guys, welcome to D Vlogs. Blue skies, summer nights, chasing dreams and catching flights. Music out, take a drive. By the sea, VIP, drinking smoothies on the beach. Take a sip for the ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ എന്താ ഇപ്പം എണീറ്റതേ ഉള്ളൂ. എൻ്റെ മുടികെട്ടിൻ്റെ പവർ കണ്ടോ, എന്താ ഒരു ടെക്നിക്സ് അല്ലേ. അപ്പം കൃഷി അതാ ഞാൻ എണീറ്റപ്പോൾ തൊട്ട് എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവന് ചേച്ചീൻ്റെ കയ്യിൽ കൊടുത്തു. ഞാൻ ബ്രഷ് ചെയ്തിട്ട് വരാം. എനിക്കെന്ന് പറഞ്ഞാൽ എണീറ്റ ഉടനെ ബ്രഷ് ചെയ്യണം എന്നാണ് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് കേട്ടോ. അതുപോലെ എണീറ്റ ഉടനെ ബ്രഷ് ചെയ്യണമെന്ന് നിർബന്ധമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അങ്ങനെ ഞാൻ എന്താ ബ്രഷൊക്കെ ചെയ്തു. പിന്നെയെന്ന് വെച്ചാൽ എണീറ്റിട്ട് എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കണം. പിന്നെ ഞാൻ തലേദിവസം ബദാം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അതൊക്കെ കഴിക്കുമായിരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എണീറ്റപ്പോൾ തൊട്ട് കൃഷി എൻ്റെ കയ്യിലായിരുന്നു. അതുകൊണ്ട് അതിനൊന്നും പറ്റിയിട്ടില്ല. ബ്രഷ് ചെയ്യാതെ എനിക്ക് ഒരു വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. അങ്ങനെ കുടിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ കുടിക്കണമെന്ന് പറയും. പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് അഴിച്ച് വൃത്തിയാക്കി ഒന്നുകൂടെ ടൈറ്റാക്കി അടിപൊളിയായി കെട്ടിവെച്ചു. അപ്പോഴേക്ക് ചേച്ചി എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ. അപ്പം ഞാൻ എന്താ ചേച്ചി അവിടുന്ന് കൃഷിന് ഫുഡ് കൊടുക്കുകയാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു വേഗം കഴിച്ചോ, ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്യാറ്. ഇവിടുന്ന് ഒരാൾ വേഗം കഴിക്കും, അപ്പോൾ കൃഷിന് ഒരാളുടെ കയ്യിലായിരിക്കും. അപ്പോൾ ചേച്ചി അവന് കൊടുക്കുന്ന സമയം ഞാൻ വേഗം പോയി കഴിക്കട്ടെ, എന്നിട്ട് വേണം അവൾക്കും കഴിക്കാൻ. അപ്പം ഞങ്ങൾ രാവിലെ കോംപ്ലെയിൻ ആണ് കേട്ടോ ഇപ്പോൾ കുടിക്കാറ്. അങ്ങനെ ഇതാ ഞാൻ കോംപ്ലെയിൻ ഇങ്ങനെ അരിക്കുവാണ്. നിറച്ച് പാട വരും ഇങ്ങനെ ആക്കി വെച്ചിട്ടേ. അപ്പം പിന്നെ ഞാൻ പഞ്ചസാര, എനിക്ക് മധുരം എനിക്ക് ഇഷ്ടമല്ല. എന്നാലും എനിക്ക് ചായയും കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ അത്യാവശ്യം മധുരം വേണം കേട്ടോ. പക്ഷേ ചേച്ചിക്ക് അങ്ങനെയല്ല, അവൾക്ക് തീരെ മധുരം ഭയങ്കര കുറച്ചേ പാടുള്ളൂ. ഇത്തിരി ഒന്നും എൻ്റെ മധുരമൊന്നും അവൾക്ക് പിടിക്കില്ല. പക്ഷേ എനിക്കും അങ്ങനെ തന്നെ. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് മധുരം, ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ ഒന്നും കഴിക്കുന്ന വലിയ ഇഷ്ടമൊന്നുമില്ല. പായസം അങ്ങനെയൊന്നും ഓവർ മധുരം കഴിക്കില്ല. അപ്പോൾ എൻ്റെ മധുരമൊക്കെ സെറ്റായി ഓക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതാ കഴിക്കാൻ തുടങ്ങി. ദോശയാണ് കേട്ടോ. അയ്യോ, അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരുപാട് പേര് കുറേ കാലമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂ ചേച്ചി എന്നും പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് മടിയായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും ഇവിടുത്തെ ഡേ ഇൻ മൈ ലൈഫ് പറയാൻ തുടങ്ങി. അതായത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഷാർജയിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താ ദോശ കഴിച്ച് കഴിഞ്ഞ് ബദാം കഴിക്കാൻ മറന്നു, അത് കഴിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ നഖം ശ്രദ്ധിച്ചോ? ആ മഞ്ഞ കളർ, അത് സംഭവം തലേദിവസം ഞാൻ ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടപ്പോൾ മുറിഞ്ഞതാണ് കേട്ടോ. നഖം കൂടെ അങ്ങ് പോയി. അപ്പോൾ ഞാൻ മഞ്ഞളിട്ടോ, എൻ്റെ മഞ്ഞ കളറാണത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. മുറിവൊക്കെ ഉണങ്ങി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ എന്താ നമ്മുടെ പനിക്കൂർക്കയില്ലേ, പനിക്കൂർക്കയ്ക്ക് വെള്ളം കൊടുക്കുകയാണ്. ഇടയ്ക്ക് എനിക്ക് ഓർമ്മയുള്ളപ്പോൾ ഞാൻ കൊടുക്കും കേട്ടോ, അല്ലാണ്ട് ഡെയിലി ഇതെൻ്റെ ഒരു ഹോബിയൊന്നുമല്ല. എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും, അല്ലെങ്കിൽ ചേച്ചിയായിരിക്കും. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം കൊടുത്തു. ഇപ്പം ചുട്ടുപൊള്ളുന്ന വെയിലാണല്ലോ, എന്തോ ഭാഗ്യം അതൊന്നും കരിഞ്ഞു പോകുന്നില്ല, എങ്ങനെ പറയാം. അങ്ങനെ നമ്മൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. ഈ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ചേച്ചിയും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. എന്നിട്ട് കൃഷിനെ ഉറക്കാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പം ഞാൻ അടുക്കളയിൽ വന്നിട്ട് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാവിലത്തെ കുറച്ച് കഴുകാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ വിചാരിച്ചു. കൃഷിനെ ഉറക്കിയിട്ട് വേണം ഇനി ഉച്ചക്കത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള പരിശ്രമത്തിലാണ് ചേച്ചി. ആ സമയം ഞാൻ ഓരോ പണികളൊക്കെ ഇങ്ങനെ തീർത്ത് വെച്ചാൽ നമുക്ക് കുറച്ച് സമയമെങ്കിലും വെറുതെ ഇരിക്കാമല്ലോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് പാത്രമൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ചേ ഉള്ളൂ കേട്ടോ, അധികമൊന്നുമില്ല. രാവിലെ കോംപ്ലെയിൻ ഉണ്ടാക്കിയതും പിന്നെ ദോശ ഉണ്ടാക്കിയതും അതിൻ്റെയൊക്കെ കുറച്ച് പാത്രങ്ങൾ. അപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. അങ്ങനെ ഇതാ എൻ്റെ പാത്രം കഴുകൽ പരിപാടിയൊക്കെ കഴിഞ്ഞു, എല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അവരെന്തെടുക്കുകയാണെന്ന് നോക്കാം. കണ്ടോ, അവൻ ഉറങ്ങിയിട്ടില്ല. അവൻ എന്താ നല്ല കളിയിലാണ്. കുക്കർ പേടിയാണ് കേട്ടോ. ഇപ്പം ആകെ ഒരു പേടിയില്ല സാധനം എന്ന് പറഞ്ഞാൽ കുക്കറാണ്. ഇപ്പം അത് വെച്ചിട്ടാണ് ഇപ്പോൾ അടക്കി നിർത്തുന്നത്. അതിനി എപ്പോഴാണ് പേടി മാറുകയെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഞാനും കൃഷിയും കുറച്ച് കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അത് അപ്പോഴത്തേക്കും അടുക്കളയിൽ ചോറിനുള്ള ഉച്ചക്കത്തെ പരിപാടികളാണ് കേട്ടോ നടക്കുന്നത്. പിന്നെ ഇത് കൃഷിൻ്റെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ ആണ് കേട്ടോ. പരിപ്പാണിത്. അവന് ഇപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ കൊടുക്കാറ്. എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു മോൻ എന്ത് ഫുഡൊക്കെയാണ് ഇപ്പോൾ കൊടുക്കുന്നതെന്ന്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ.
എൻ്റെ അടുത്ത് വിട്ടു പോകുന്നതാണ്. ഞാൻ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. കുറച്ച് വെജിറ്റബിൾസും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പൊടിയരിയില്ലേ, കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്ന ആ അരിയും കൂടെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിശക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സാധനം കിട്ടി. ഒരു കറുത്ത സാധനമായിരുന്നു കേട്ടോ. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാനൊരു ആപ്പിളും എടുത്തു. നിങ്ങൾ രണ്ടുപേർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാണ് സംഭവം. ഇതെന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അയ്യോ ഗൈസ്, കട്ടയായിപ്പോയി എല്ലാം കൂടെ. ഇതാണ് ഈത്തപ്പഴത്തിൻ്റെ ലേഹ്യം. ഈത്തപ്പഴം മാത്രമല്ല, ഈത്തപ്പഴവും പിന്നെ ബദാം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ലേഹ്യമാണ് കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ സാധാരണ എല്ലാ വർഷവും കഴിക്കാറുണ്ട് കേട്ടോ. നല്ല ഒരു സംഭവമാണ്. തടിക്കേണ്ടവർക്കുള്ളതാണ് കേട്ടോ. തടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ലേഹ്യമാണ്. അപ്പോൾ അടിപൊളിയാണ്. വലിയ ടേസ്റ്റൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ലേഹ്യമൊക്കെ കഴിച്ചു. ലേഹ്യം കഴിച്ചില്ല കേട്ടോ, ഞാനത് അവിടെ എടുത്തു വെച്ചു. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടില്ലേ, കട്ട പിടിച്ചിരിക്കുകയാണ്. കുറച്ചൊന്ന് സെറ്റാകട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ തന്നെ വീഡിയോസ് ഇങ്ങനെ കണ്ട് കുളിർമ കൊള്ളുകയാണ് കേട്ടോ. സ്വന്തം വീഡിയോസ് കണ്ട് നല്ലോണം ആസ്വദിച്ച് അങ്ങോട്ട് ടൈം പാസ് ചെയ്യണേ ഗൈസ്. അടിപൊളിയല്ലേ? എൻ്റെ വീഡിയോസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയണം കേട്ടോ. അങ്ങനെ പോകുമ്പോൾ എനിക്ക് ഈ വീഡിയോ ഒന്ന് കാണണം തോന്നി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. എൻ്റെ പൊന്നോ, ഇതിനി ഞാൻ കേൾക്കാത്തൊന്നുമില്ല. ഇത് ആക്ച്വലി ഞാനൊരു വ്ളോഗ് ഇട്ടതിൻ്റെ കുറച്ച് പാർട്സ് എടുത്തിട്ട് ഷോർട്സ് ആക്കി ഇട്ടു. ഷോർട്ടാക്കി ഒരു വീഡിയോ ഇട്ടു. അതിനി ഞാൻ കേൾക്കാനൊന്നുമില്ല. എത്ര ആൾക്കാരോട് ഞാൻ മറുപടി പറയണമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ റിപ്ലൈ കൊടുക്കൽ നിർത്തി. ഞാനത് പിൻ ചെയ്ത് വെച്ചു. പക്ഷേ അത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു. എന്തൊക്കെയോ പറയുന്നു. കുറേ നെഗറ്റീവ് കമൻസ് ഉണ്ട്, കുറേ പോസിറ്റീവ് കമൻസ് ഉണ്ട്. എന്തായാലും എല്ലാവരോടും താങ്ക്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ കുറച്ച് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലേഹ്യം കഴിക്കുകയാണ്. കൃഷി ഉറങ്ങുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേത് അവൻ എണീറ്റു. ഇനി അവനെ കുളിപ്പിക്കേണ്ട സമയമാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി അവൻ്റെ മേക്കപ്പ് ടൈമാണ്. അവനിതാ സിബാമെഡിൻ്റെ പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ കൃഷിനെ ഒന്ന് സുന്ദരി കുട്ടപ്പനാക്കിയിട്ട് വരാം ഗൈസ്. അങ്ങനെ ഗൈസ്, കൃഷിനെ ഒരുക്കി സുന്ദരനാക്കി നിർത്തി. പക്ഷേ എനിക്ക് കുളിക്കാൻ സമയം കിട്ടിയില്ല. ചേച്ചി അതിനിടയ്ക്ക് പോയി കുളിച്ചു കളഞ്ഞു കേട്ടോ. ഉച്ചയായി, ചോറ് കഴിക്കാനായി. അപ്പം ഇനി കുളിക്കാൻ സമയമില്ല. ഞാൻ ചോറ് കഴിക്കുന്നതിന് മുന്നേ കുളിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു ആക്ച്വലി. ബട്ട് എന്ത് ചെയ്യാനാ ഗൈസ്, പറ്റിയില്ല. അപ്പം നമ്മൾ ഇന്ന് ചോറിന് ഉണ്ടാക്കുന്നത് നമ്മുടെ സ്വന്തം ചമ്മന്തിയാണ് കേട്ടോ. ആക്ച്വലി കറി കൂട്ടി മടുത്തു ഗൈസ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചമ്മന്തിയും ചോറൊക്കെ കഴിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൃഷിൻ്റെ ചോറിൽ നെയ്യിടുകയാണ് കേട്ടോ. ഏതാണ്ടൊന്ന് ആയി കഴിഞ്ഞിട്ടാണ് നെയ്യിടാറ്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നല്ല ശുദ്ധമായ പശുവിൻ്റെ നെയ്യാണ് കേട്ടോ. അപ്പം നെയ്യ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നേരെ കൃഷ്ണന് കൊടുക്കും കേട്ടോ. അപ്പം ഞാൻ ചമ്മന്തി ഉണ്ടാക്കുവാണ്. എനിക്ക് അതുപോലെ ഈ സാധാ ഈ പച്ചമുളക് ഇട്ട് അങ്ങനത്തെ ചമ്മന്തി ഒന്നും എനിക്ക് ചോറിന് കൂട്ടാൻ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ആകെ ചോറിന് കൂട്ടുന്നൊരു ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഇതുപോലെ മുളക് ചുട്ട്, ഇപ്പം ചുടാൻ ഇവിടെ അടുപ്പും തീയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഗ്യാസിൽ ഇങ്ങനെ വെളിച്ചെണ്ണയിലിട്ട് വറക്കുന്ന പോലെ ആക്കുന്നത്. അപ്പോൾ ഈ ഒരു ചമ്മന്തി മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. അപ്പോൾ കൃഷിൻ്റെ ചോറ് റെഡി. അങ്ങനെ ചോറ് കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ഗൈസ് അവൻ. ഈ കാണുന്നതൊന്നും ഇല്ല കേട്ടോ, കഴിക്കൊന്നുമില്ല മര്യാദയ്ക്ക്. ഇടയ്ക്ക് അവൻ തീരെ ഇങ്ങനെ വാശി പിടിച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ. പക്ഷേ ചില സമയത്ത് നല്ല കുട്ടിയായി എല്ലാം കഴിച്ചോളും, വേഗം കഴിച്ചോളും. പിന്നെ ടി വിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന് എല്ലാം വേഗം വായ തുറന്ന് കഴിച്ചോളും. അപ്പോൾ ഞാൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മുട്ടേൻ്റെ കാര്യം പറയണ്ടല്ലോ, മുട്ട പൊരിച്ചിട്ട് ഞാൻ വൈറ്റ് മാത്രമേ കഴിക്കൂ, അതിൻ്റെ യെല്ലോ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല. അല്ല, അതല്ലേ മുട്ട കഴിക്കുന്നതേ. എൻ്റെ മുട്ട കഴിപ്പിനെ പറ്റിയൊന്നും പറയണ്ട. അപ്പോൾ ചമ്മന്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ ചമ്മന്തി? മുളക് ചുട്ടിട്ട് അത് അടുപ്പിലും കൂടെ ചുടുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ വറവിലിടുന്ന വറ്റൽമുളക് അത് ചുട്ടിട്ട് അതിൽ കുറച്ച് പച്ചമാങ്ങയും ഉള്ളിയും ഒക്കെ ഇട്ട് അരച്ചെടുത്താൽ എന്താ ടേസ്റ്റ് എന്നറിയോ? ഈ ചമ്മന്തി മാത്രമേ ഞാൻ ചോറിനൂടെ കഴിക്കൂ കേട്ടോ, അല്ലാതെ വേറെ ഒന്നും എനിക്കിഷ്ടമല്ല.
അപ്പോൾ അതാ ചമ്മന്തി ഉണ്ട്, തൈരുണ്ട്, മുട്ട പൊരിച്ചതുണ്ട്. അപ്പം അടിപൊളി ഫുഡാണെന്ന്. ഞങ്ങൾ മാത്രമുള്ളപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി ഒപ്പിക്കാറാണ്. ഒപ്പിക്കല്ല, ഇതാണ് നമുക്കിഷ്ടം സത്യം പറഞ്ഞാൽ. കറി നിവേദനമൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം കുറേ വിഭവങ്ങളൊക്കെ ആക്കി സെറ്റാക്കും കേട്ടോ. അപ്പോൾ അതാ കൃഷി ടി വി കണ്ടുകൊണ്ട് അവൻ്റെ ചോറ് കഴിക്കണം. അപ്പം ഞാൻ അത് കൈവെക്കുമ്പോൾ ഇങ്ങനെ മാറി മാറി നോക്കുകയാണ്. എന്താ ഹലോ ഗൈസ്, ഇപ്പം നിങ്ങൾ കണ്ടതാണ് കൂക്കിയിടൽ മത്സരം. ഞാനും കൃഷിയും കൂടെ കൂക്കിയിട്ട് കളിച്ചതാണ്. അവന് കൂക്കിയിടാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ അതാ ഈ കാണുന്നത് കൃഷിന് ചോറ് കൊടുക്കുമ്പോൾ ഞാൻ അവനെ എടുത്തപ്പോൾ അവൻ്റെ മുഖത്തുള്ളത് എൻ്റെ ഡ്രസ്സിലായതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുളിക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്നുകൂടി ഡ്രസ്സ് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഡ്രസ്സൊന്നും മാറാതെ ഇങ്ങനെ തന്നെ വന്നിരിക്കുന്നത്. വേറൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഇനി എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുളിക്കുന്നതിന് മുമ്പേ നമുക്കൊരു പാക്കൊക്കെ ഇട്ട് ഫേസ് ഒന്ന് ക്ലിയർ ആക്കണം. ഇവിടെ വന്നിട്ട് ഇതുവരെ ഞാൻ ഒരു പാക്കൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. വെയിലത്തൊക്കെ പോയി ഞാൻ കരിഞ്ഞു പോകുന്നതാണ് വിചാരിച്ചത്. നമ്മൾ എത്ര തന്നെ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്താലും ഇടയ്ക്ക് ഇങ്ങനെ അല്ലറ ചില്ലറ പൊടിക്കൈകളൊക്കെ ചെയ്യണമല്ലോ അല്ലേ. അപ്പം ഞാനിതാ എടുത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം കസ്തൂരി മഞ്ഞളും പിന്നെ കുറച്ച് കോഫി പൗഡറും പിന്നെ ഇതാ തൈരുമാണ് കേട്ടോ. നല്ല തണുത്ത തൈരാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതാ ഈ ഒരു പരുവത്തിൽ നല്ല സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പോയിട്ടൊന്ന് ഫേസ് വാഷൊക്കെ ഇട്ട് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അങ്ങനെ എന്താ ഫേസൊക്കെ വാഷ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ഉണ്ട് കേട്ടോ. അപ്പം എന്താ തൈര് ഞാൻ ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ തൈര് ആഡ് ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ റോസ് വാട്ടറോ അങ്ങനത്തെ ഒക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ പച്ചവെള്ളത്തിലാണെങ്കിലും ചെയ്യാം. അപ്പം ഗൈസ്, എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഇട്ട് തുടങ്ങിയപ്പോൾ വീഡിയോ ഓൺ ചെയ്തെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. പകുതി എത്തിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് വീഡിയോ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ കുറേ കോപ്രായങ്ങളൊക്കെ കളിച്ചത് മിച്ചം. അങ്ങനെ ഞാൻ പാക്കൊക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ നല്ലൊരു തണുപ്പ് കേട്ടോ. ആ തൈരിൻ്റെ ഒക്കെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പോൾ എന്നെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? എനിക്ക് പറക്കുന്നടിയിലെ ബസന്തിനെയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പക്ഷേ സംഭവം പൊളിയാണ് കേട്ടോ. എന്തായാലും ഇനി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനിടയ്ക്ക് ഞാൻ പോയിട്ട് കുറച്ച് ഐസ്ക്രീമൊക്കെ എടുത്ത് കഴിച്ചിട്ടോ. എന്തായാലും ഒരു 15-20 മിനിറ്റ് ഇത് ഇങ്ങനെ വെക്കണമല്ലോ, ഒന്ന് ഉണങ്ങി സെറ്റായി വരണമല്ലോ. അപ്പോൾ അതുവരെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് കുറയ്ക്കാൻ കിട്ടിയ ഒരു രസമല്ലേ. അപ്പം ഞാൻ അതിന് വേണ്ടി കുറച്ച് ഐസ്ക്രീമൊക്കെ എടുത്ത് കഴിച്ചു. അങ്ങനെ ഗൈസ്, എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ വന്നിരിക്കുകയാണ്. എൻ്റെ അമ്മോ, എന്താ ഒരു സുഖം. ഇൻസ്റ്റൻറ്റ് ഗ്ലോ എന്നൊക്കെ പറയില്ലേ, അത് തന്നെ സംഭവം. നല്ല ഗ്ലോ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തോന്നില്ലേ? എൻ്റെ തൊട്ട് മുന്നേ ഉള്ളതും ഇപ്പോൾ ഉള്ളതൊന്നും എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. എനിക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാനിവിടെ വന്ന് പുറത്തേക്ക് പോയി ചൂടൊക്കെ അടിച്ച് കുറച്ച് ഒന്ന് ഡള്ളായിരുന്നു സ്കിന്ന്. കുറച്ചല്ല, നല്ലോണം ഡള്ളായിരുന്നു. അപ്പോൾ ഇപ്പം എന്തായാലും സൂപ്പറായിട്ടുണ്ട്. നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ഫീലും കിട്ടുന്നുണ്ട്. പിന്നെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫേസൊക്കെ. അപ്പം നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോയി ടാൻ അടിച്ച് വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. ഇത് നമ്മൾ വീക്കിലി 2 വട്ടമൊക്കെ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാൻ എന്തായാലും ഹാപ്പിയായി. അപ്പോൾ എന്താ എല്ലാവരും കിടന്നുറങ്ങുകയാണ് കേട്ടോ. ഞാൻ ആ സമയത്ത് ഫുഡ് കഴിച്ച് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്ത്. അപ്പോൾ ഇനി ഞാനും പോയി കുറച്ചൊന്ന് ഉറങ്ങട്ടെ ഗൈസ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നെ ഞാൻ തല കുളിച്ചില്ലല്ലോ നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. ഇവിടുന്ന് ഡെയിലി തല കുളിച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ തലയിൽ മുടി കാണില്ല. അതുകൊണ്ടാണ് ഡെയിലി കുളിക്കാത്തത്. തല മാത്രം കേട്ടോ, തല ഡെയിലി കുളിക്കില്ല. നല്ലോണം മുടി പോകുന്നുണ്ട് ഇവിടുന്ന്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.